മതപരിപാടിയല്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പരിപാടിയല്ല. ഇത് ഒരു മിഷണറി സംഘമാണ്. പല വനങ്ങളിലും ഞങ്ങൾ ഇതുപോലെ യോഗങ്ങൾ കൂട്ടാറുണ്ട്. ക്യാൻസർ സെൻ്ററിൽ സൗജന്യമായ ആഹാരം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വേണമല്ലേ? അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കണം, ആ ദൈവത്തെ മഹത്വം കൊടുക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതിനാൽ റവറൻ സജില ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ദൈവം രണ്ടില്ല എന്ന് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചെങ്കിൽ പരമേശ്വരയെ പറഞ്ഞു, ഒരൊറ്റ മതമുണ്ട് ഉലകിലുയര. ശാസ്ത്രങ്ങളേത് വയലാർ പാടിയെങ്കിൽ നമ്മുടെ മഹാന്മാരും പാടിയ ആ ഒരു മതം, ആ പാടിയ ഒരു ദൈവം, ആ പാടിയ സ്നേഹത്തിൻ്റെ ആത്മാവ് മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിൽ വന്നതിൻ്റെ പേരിൽ ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞങ്ങളുടെ സ്വന്തം സഹോദരങ്ങളായി ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത അമ്മമാരെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും കാണുവാൻ ഈ കർത്തൃദാസിനെ ഞങ്ങളെ ഇവിടേക്ക് പ്രേരിപ്പിച്ചത്. ആ ദൈവത്തിന്റെ സന്നിധി 20 നിമിഷം നമുക്കെല്ലാവർക്കും ഇരുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ആ സ്നേഹനിധിയായ സർവശക്തനായ ഉലകത്തിന്റെ ഉടയവനായ ഈ സൂര്യചന്ദ്രന്മാരെ നിർമ്മിച്ച നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യ വിഭവങ്ങളെല്ലാം ഒരുക്കി തന്ന നമ്മുടെ സ്നേഹനിധിയായ അപ്പനെ ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കഴിയുന്നവരുടെ വലത് കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസി പരിശുദ്ധനെന്ന് നാമോടെ കർത്താവ് പ്രകാരം പറഞ്ഞു, ഞാൻ ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസി പരിശുദ്ധനുമായി വസിക്കുന്നുവെങ്കിലും താഴ്മയുള്ളവരുടെ മനസ്സിലും മനോവിനയവുമുള്ള ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ താഴ്മയും മനോവിനയവും മനസ്താപമുള്ളവരുടെ കൂടെയും വസിക്കുന്ന കർത്താവ് നമ്മോട് ഇവിടെ വസിക്കുവാൻ തന്റെ സ്വർഗത്തിലെ മഹിമപ്പെട്ട് മനുഷ്യരായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അരക്കാശിന് മുതലില്ലാതെ തലചായ്ക്കാൻ ഇടമില്ലാതെ 33 വർഷം നമുക്ക് വേണ്ടി ഭൂതലത്തിൽ കഷ്ടത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ജനത്തോട് ചേർന്ന് നടന്നിട്ട് നമുക്ക് വേണ്ടി അപ്പച്ചവനെ കുരിശിച്ചുകൊണ്ട് കൊൽക്കത്ത മലയില് 3 നാളുകളായി തറയ്ക്കപ്പെട്ട് വിലാപ്പുറത്ത് കൊണ്ടുകൊണ്ട് കുറ്റപ്പെട്ട് അവസാനത്തോട് രക്തങ്ങളെയും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു. 3-ാം നാളിൽ മരണത്തെ പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പോയ കർത്താവിനെ നിങ്ങളെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അത് പറഞ്ഞുവല്ലോ, ഞാൻ ലോക അവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടേണ്ടതല്ലേ കർത്താവേ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെത്തിയായി ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് കർത്താവേ. അവരുടെ കരങ്ങളിൽ മീറ്റിംഗിനെ ഏൽപ്പിക്കുന്നു. അവിടെ അധ്യക്ഷനായിരിക്കണം. മനം തകർന്നവരായി വേദനയോടെ ഭാരത്തോടെ കടന്നു വന്ന അവരുടെ ഓരോ മക്കളെയും അവിടെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. അവരുടെ അത്ഭുതകരം അവിടെ വെളിപ്പോർത്തിന് വെക്കണമേ കർത്താവേ. അവരുടെ ഹൃദയത്തിന്റെ രാജാവും കർത്താവുമായി അവിടുത്തെ വാഴുമാറാകണമേ. ഈ ദേശത്തിന്റെ എല്ലാ ആധിപത്യങ്ങളെയും കർത്താവ് മാറ്റി കർത്താവേ, ശൂന്യതകളെ മാറ്റിക്കൊണ്ട് കർത്താവേ ഇവിടെ ദേശത്തിന് വലിയൊരു ഉണർവിനെയും വഹിക്കണമേ കർത്താവേ. ഈ മീറ്റിംഗ് ഈ ദേശത്തിന് വലിയൊരു ഉണർവിലാക്കി കാരണമാക്കി തീർക്കണം. വരവിനായി യോഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് രാജാതിരാജാവും കർത്താവുമായി അവിടെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഈ ദേശത്തെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയുടെ ഓഹരിക്കാനായി തീരെ സഹായിക്കും. ഈ മീറ്റിംഗ് നടത്തിയിരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാരെ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കണം. കടന്ന സഹോദരന്മാരെ അനുഗ്രഹിക്കണം, സഹോദരന്മാരെ അനുഗ്രഹിക്കണം, എന്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ദേശത്തെ ഉന്നതനം കേൾക്കുവാൻ അനേക ഡോക്ടർമാർ, അനേക എഞ്ചിനീയർമാർ, അനേക സാമൂഹ്യ പ്രവർത്തകർ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദുരിതാനുഭവിക്കുന്ന ആശ്വാസം പകരുന്ന അനേക ദൈവമക്കളെ ദേശത്തുനിന്ന് സ്വർഗ്ഗം ഏൽപ്പിക്കണം. വരവിനൊരുക്കും മഹത്വപ്പെടുത്തും. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുവാൻ റവറൻ
മുരടിയെ ക്ഷണിച്ചോളൂ.
ഒരു ഗാനം കൂടി ആലപിക്കുന്നതിന് സിസ്റ്റർ ശരണ്യായി ക്ഷണിച്ചു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് നന്ദിയോടെ ഞാൻ സ്തുതി പാടിയും എൻ്റെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. പ്രൊമോട്ടർ ശ്രീമതി വസന്ത ഈ വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വസന്ത മുന്നോട്ട് വരണം. മഹേഷും ഇങ്ങോട്ട് മുന്നോട്ട് വരണം. സിസ്റ്റർ വസന്ത, സമയം പോകുന്നു, മുന്നോട്ട് വരണം. ശ്രീ മഹേഷ്,
ദീപിക, സിസ്റ്റർ ദീപിക മുന്നോട്ട് വരണം. സിസ്റ്റർ ദീപിക. പേര് വിളിക്കുന്നവരെ വേഗത്തിൽ വന്ന് സഹകരിക്കണം. കാരണം യോഗം പിന്നെയും താമസിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇവിടെ ഇരുന്നാണ്. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസർ കൂടിയായ ശ്രീ രമേശിനെ അതിനായിട്ട് ഞാൻ ക്ഷണിച്ചു. നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ക്രിസ്തുമസാണെന്ന്. അതിൽ ഇന്നലകളില്ലാത്ത പോലെ വ്യത്യസ്തമായ ദിനമായി ഈ ദിവസം മാറുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഈ വിമാനത്തിൽ നമ്മുടെ ഉന്നതിയും ഇവിടെ എത്തിച്ചേർന്ന സഹോദരങ്ങളോടൊപ്പം ഈ ദിനം ആഘോഷിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഞങ്ങളോട് ഈ ഊരിൽ നിവാസികളുടെ പേരിൽ ക്ഷണിക്കപ്പെട്ടു വന്ന പ്രിയപ്പെട്ട അതിഥികളോട് നന്ദി അർപ്പിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിച്ചു. അധ്യക്ഷൻ പറഞ്ഞു. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ഞങ്ങളെയൊക്കെ കഴിഞ്ഞ കുറേ ദിവസം മുൻനിരയിൽ നിർത്തിയ പോൾ ജോർജ് സാർ, അതുപോലെ തന്നെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഈ വാർഡിന്റെ നിയുക്ത മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഈ ഡിവിഷന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി എം ജിജിയാണ്. ഇത് അസൗകര്യം കാരണം അവർ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ വാർഡിന്റെ നിയുക്ത മെമ്പർ ശ്രീമാൻ സുരേഷ് മിത്ര, അദ്ദേഹത്തിന്റെ പനിയാണ്, രാവിലെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അഭാവത്തിൽ ഈ വാർഡിന്റെ മുൻ മെമ്പർ ശ്രീമതി ശ്രീദേവി സുരേഷ് ഈ യോഗത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. അതിനു മുമ്പ് നിങ്ങളോടെല്ലാം രക്ഷകർത്താവ് റിക്വസ്റ്റുള്ളത് ആ കൊണ്ടുവന്ന ചെറിയ പേപ്പർ റെക്കോർഡുകളെല്ലാം സൗണ്ട് കുറച്ച് വെച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെയും പറയാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ റേഡിയോ പേപ്പർ റെക്കോർഡുകളെല്ലാം സൗണ്ട് കുറച്ച് വയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. മനസ്സിലായി കാണും അല്ലേ? അമ്മമാർക്ക് മനസ്സിലായി കാണും. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയ ആശങ്കയിലാണ് ഞങ്ങളെല്ലാം ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് ഇത്ര അധികം ആൾക്കാർ ഈ ഊരിലേക്ക് എത്തിച്ചേർന്നത് സന്തോഷമുണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ ദിവസം 2 പരിപാടിയാണ്. ഇവിടെ വനവാസി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കുറെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഇടുക്കി കോഴിമലയിലെ രാജൻ മന്നാൻ എന്ന് പറഞ്ഞ വിദ്യാസമ്പന്നനായ രാജാവ് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവിടെ നിന്ന് ഒരുപാട് പേർ അങ്ങോട്ട് പോയതിന്റെ സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഈ ഊരിലെ പ്രിയപ്പെട്ടവർ എത്തിച്ചെന്നുള്ളതാണ് വാസ്തവം. നല്ലൊരു ആശങ്ക എന്ന് പറഞ്ഞത്, ഇത് ഇലക്ഷൻ മുമ്പാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പോൾ ജോർജ് സാർ ഞങ്ങളെ സമീപിക്കുന്നത്. സ്വാഭാവികമായും ഈ വെള്ളയും ഇപ്പൊ ഈ കാട്ടിലേക്ക് കയറി വന്നാൽ ഇവിടെ പള്ളി ഉണ്ടാക്കി കളയും എന്ന ധാരണ ആരുടെയൊക്കെയോ ഉള്ളിലേക്ക് പണ്ടേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ ധാരണ മാറ്റണമെന്ന് കൂടിയാണ് നിങ്ങളോട് ആദ്യമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മളെല്ലാം മനുഷ്യരാണെന്നാണ് ഈ അഭ്യർത്ഥന മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ ഞാനും ശ്രീദേവന്തൊക്കെ, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ശ്രീദേവന്തൊരു വാർഡ് മെമ്പറായിരുന്ന സമയത്ത് കൂടിയാണ് ഏതാനും ദിവസങ്ങൾ പിന്നിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങളോട് ഈ അഭ്യർത്ഥനയുമായി എത്തിയത്. ഞങ്ങൾ സ്നേഹപൂർവ്വം അതിനെ നിരസിക്കുകയുണ്ടായത്. തൽക്കാലം വേണ്ട എന്നാണ്. അത് ഇലക്ഷൻ പ്രചരണത്തിൽ അല്ലേ വല്ലാത്ത രീതിയിൽ സ്ഥാനാർത്ഥിയെന്നതിനപ്പുറത്ത് നമ്മളെല്ലാം ബാധിക്കും എന്ന് ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാറിനോട്
അന്ന് ക്ഷമാപണത്തോടുകൂടിയാണ് മറ്റൊരു ദിവസം നടത്താമെന്ന് പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളാണ് പ്രിയപ്പെട്ട നമ്മുടെ അധ്യക്ഷന് പോൾ ജോസ് സാർ ഉണ്ടായിരുന്നു എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതിനപ്പുറത്ത് സാറിന്റെ ആ ഒരു സംഘാടക മികവിനെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി നിർവാഹമില്ല. എനിക്ക് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എന്റെ ഫോണിലേക്ക് വിളിച്ചത് മറ്റാരുമല്ല, സാറായിരിക്കാനാണ്. ചിലപ്പോൾ സാറിന്റെ മടുപ്പുണ്ടാവും, നിങ്ങളുടെ ഒരു റിയാക്ഷൻ മറ്റൊന്നും കൊണ്ടല്ല, ഇത് വേറൊരു തരത്തിലേക്ക് വലിച്ചു നീട്ടാൻ പാടില്ല എന്ന വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പറയുമ്പോൾ ഇതൊരു ക്രിസ്തുമസ് ദിനമാണ്. കുറച്ച് നമ്മൾ കാണുന്നത് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്നുള്ളത് ആരും ശ്രദ്ധിക്കുക, നല്ല കാര്യങ്ങളെ ആരും ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുക, അല്ലേ? ഞാനിപ്പോഴും പറയുന്നു, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഉപകാരം കൈപ്പറ്റുമ്പോൾ, ഒരു സ്നേഹ സമ്മാനം കൈപ്പറ്റുമ്പോൾ കാണിച്ച മനസ്സിനെ അങ്ങേയറ്റം വിലയിരുത്തിക്കൊണ്ടാണ് എന്ത് വന്നാലും. ഒരുപക്ഷെ ഞാനും കൂടി മത്സരിച്ച വാർഡാണത്, ഒരു ത്രികോണ മത്സരം, അതിന്റെ ഒരു പരാജയം കൊടുത്ത വാക്കാണ്. എന്തായാലും അതൊരു പരിധിവരെ പാലിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. അതിൽ കാലതാമസം വന്നതിൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങൾ സാറിനോട് നിമിഷം ക്ഷമ ചോദിക്കാൻ കൂടി ഈ വേദി പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാം സംഘടിപ്പിച്ച് നോട്ടീസ് അടക്കം വാങ്ങത്തക്ക രീതിയിൽ സാറിനോട് പറയണം. മറ്റു പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ ദിവസം നിങ്ങളെടുത്ത ഒരു കഠിനാധ്വാനത്തിനുള്ള ഈ ക്രിസ്മസ് സമ്മാനമായി തന്നെ ഈ സഹോദരൻ എത്തിയത് നിങ്ങൾ കാണണമെന്നുള്ളൊരു അഭ്യർത്ഥന ഇവിടെ എത്തിച്ചവരോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെയുള്ള എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, അവരൊരുപാട് കഷ്ടപ്പെടണം. ഉദ്ഘാടക സൂചിപ്പിക്കും, ഞാൻ വലിച്ചേരി പോകുന്നില്ല എങ്കിൽ പറയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിച്ച്. നമുക്കതിന്റെ വില അറിയില്ല. ഒരുപക്ഷെ ആരോടൊക്കെയോ അല്ലെ ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ട്, സഹായിക്കണം എന്ന് ആരോടൊക്കെ അഭ്യർത്ഥിച്ച് കിട്ടുന്നതെല്ലാം വാങ്ങി പല സ്ഥലങ്ങളിൽ സേവനം ഒരു ആരുമില്ലാത്ത ഒരു ആശ്രമമായി മാറുന്ന നമ്മുടെ സംഘടനയുടെ അതിന്റെ ക്രൈസ്റ്റ് മിഷന്റെ പ്രവർത്തകർ എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വം ഒരുപാട് കഷ്ടപ്പാടിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അവർ തരുന്ന ചെറിയ സമ്മാനങ്ങളെ പോലും അത് വലിയ ഈ ക്രിസ്മസ് ദിനത്തിൽ വലിയ സമ്മാനമായി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഈ നിമിഷം സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ പിന്നിൽ യാതൊരുവിധ ചൂഷണവും ഇല്ല എന്ന് ഉറപ്പു തരുകയാണ്. കാരണം എനിക്ക് വലിയ അഹങ്കാരത്തോട് പറയാം, എന്റെ അച്ഛൻ പള്ളിയിൽ പോയി കാണാം, പള്ളി ഭാഗമാണ് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അച്ഛൻ പള്ളിയിൽ പോകാറില്ല. എന്റെ അച്ഛൻ നാട് കണ്ടാക്കണം ചായക്കുളമൊക്കെ വലിയൊരു പള്ളി കുടുംബക്കാരാണ്. അച്ഛൻ പള്ളിയിൽ പോകാറില്ല സ്വാഭാവികമായിട്ട്. പള്ളിയിൽ പോകുന്ന തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ തെറ്റുമില്ല. ആരെവിടെ പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പൊ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഇവരെന്നുള്ളത് കൂടി ഈ നിമിഷം ഓർമ്മ. രാജ്യത്ത് കേരളത്തിൽ തന്നെ ഈ കരോള സമയങ്ങളിൽ പോലും ഈ ഊരിലേക്ക് വന്നിട്ടല്ല, ഊരിലെ ഉന്നതികളിൽ വന്ന് പ്രശ്നം ഉണ്ടാകുന്നതിനപ്പുറത്ത് നമ്മൾ ഇന്നലെ പരിചാമം കണ്ട സോഷ്യൽ മീഡിയകളെ കണ്ട ചില കാര്യങ്ങൾ ഇതിന് നമ്മൾ കേരളത്തിലടക്കം കരോളിനിടയ്ക്ക് ചില ആൾക്കാർ ചില താല്പര്യപ്രകാരം ആ മനുഷ്യരെ ആ പ്രിയപ്പെട്ട സഹോദരൻ ആക്രമിക്കുന്ന രീതിയുണ്ട്. അതൊന്നും ഈ നാട് അംഗീകരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനപ്പുറത്ത് അറിയാം അല്ലെ, സിസ്റ്റർമാരെയൊക്കെ ഉത്തർപ്രദേശിലും മറ്റു സ്ഥലങ്ങളിലും ഇതൊന്നുമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളൊന്നും അതിൽ അണിചേരണമെന്നല്ല പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടിൽ നിന്നൊന്നും പ്രാർത്ഥിക്കുന്ന സമയമുണ്ടല്ലേ, നമ്മൾ ദൈവം എന്ന് വിളിക്കുകയാണ്. അയ്യപ്പനെ പോലും അടിച്ചോടിച്ചു പോകുന്ന ഒരു കാലം അല്ലേ? അപ്പൊ പരസ്പരം തിരിച്ചറിവിന്റെ കാലമാണ് ഇതല്ലേ. അയ്യപ്പനെന്നോ യേശുവെന്നോ അള്ളാഹുവെന്നോ അങ്ങനൊന്നുമില്ല. പരസ്പരം മനുഷ്യനെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന കാലമായി മാറണം ഈ കാലമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് അതിനപ്പുറത്ത് പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഞങ്ങള് ഇവിടെ വന്ന പോൾ ജോസ് അടക്കമുള്ളവരോട് പറയുന്നത്, ഞങ്ങൾ ഈ ഊരിൽ നിന്ന് എന്റെ വീട് കുറച്ചുകൂടി അപ്പുറത്താണ്, അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങള് കോട്ടൂർ വരെ, അന്ന് ഈ വാഹനം പോകാറില്ല, ഞങ്ങള് ചെറിയ പ്രായം ഞങ്ങളെല്ലാം പോയി കാൽനടയായി പോയി. അവിടെ ഹോസ്റ്റൽ അന്ന് പ്രീമെട്രിക് ഹോസ്റ്റലൊന്നുമില്ല. ഇവിടെ ഏക വിദ്യാലയങ്ങളും അതുപോലെ തന്നെ ഇത്രനീകെന്നൊരു സ്ഥാപനമാണ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളിങ്ങനെ കുറച്ചു പേർ ഇപ്പൊ ഈ സുരേഷ് മിത്ര അതുപോലെ തന്നെ
സതീഷ്, ശ്രീദേവി, അതുപോലെ തന്നെ രാജേന്ദ്രൻ, നാരായണൻ അടക്കമുള്ള ഇവിടെ ഈ തലമുറയിൽ ഇവിടുത്തെ അത്യാവശ്യം ഈ നാടുമായി ബന്ധമുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ് ഇത്രയെങ്കിലും. ഇവിടെ ഒന്നും ആയില്ലല്ലോ എന്ന് ഒരു വർഷം വരുന്നത് തോന്നിക്കാണും. ഇതൊന്നും അല്ല ഇല്ലായിരുന്നു ഇവിടെ. അപ്പോ ഒരുപാട് കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ് ഈ സ്ഥാപനമടക്കം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് വന്നവരെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അവർക്ക് വലിയൊരു അല്ലേ, ഈ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ലേ, സ്നേഹം മാത്രം കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ, അത് കൊടുക്കാൻ പറ്റുന്നത് സ്നേഹമാണല്ലേ. അപ്പൊ എല്ലാവരും വലിയൊരു കൈയടി അവർക്ക് സമാനമായി നിൽക്കണം. അപ്പോ എന്തായിരുന്നാലും ഇനി ഞാൻ വലിയ വാചകങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾക്കൊരു ആശങ്ക പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങ് മാറ്റി കളയുമോ, അങ്ങനൊന്നുമില്ലെന്ന്. അവര് പ്രാർത്ഥിക്കണമെന്ന് എല്ലാം നല്ലതിന് വേണ്ടി മാത്രം അല്ലേ. അവരെ പ്രാർത്ഥന കൂടി നമ്മൾ കേൾക്കണം അല്ലേ. അമ്പലങ്ങളിലും പള്ളികളിലും ഞാൻ മുസ്ലിം പള്ളിയിൽ ബിരിയാണി ഞാൻ പോയില്ല, അന്ന് കേട്ടില്ല, കേട്ടവരടി. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സഹോദരങ്ങളാണ് അവർ എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവരുടെ ഏജന്റ് അല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ അവരുടെ ഏജന്റ് അല്ല. പക്ഷെ സാറിനോട് ഞങ്ങൾ കാണിച്ചു സാറ് ഇങ്ങനെ വിളിക്കേണ്ട, മണംപോപ്പിൽ ആശങ്കയുണ്ട്, ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു പള്ളി കെട്ടിക്കളയും അല്ലേ. ചില ആൾക്കാർ വിളിച്ചു പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഒന്നും ചെയ്യില്ല. അവര് കൊണ്ടുവന്ന സമ്മാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക മാത്രം സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലം ഈ നാടിനോട് ചേർന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ പറയാണ്, ഈ സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തെയെല്ലാം നാടിന് വേണ്ടി നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ഉന്നതിയുടെ ഈ ഊരിന്റെ എല്ലാവിധ ആശംസകളും അവർക്ക് നേരുകയാണ്. അതോടൊപ്പം എന്റെ ഉത്തരവാദിത്വം ഇവര് തന്നെ പരസ്പരം പറയാണ്, ഇവന് സ്വാഗതം പറയാതെ ഇരിക്കുമെന്ന്. അങ്ങനെ പോകില്ല. കുറെ കാലം ചവിട്ടി വധിച്ചതാണ് സംഘടനാ പ്രവർത്തനം, ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ്. അപ്പോ ഇപ്പൊ ഒരു ചെറിയൊരു വീഴ്ച പറ്റി എല്ലാ കാലവും എല്ലാവരും ചെയ്യണമെന്നല്ലേ. തോറ്റതുകൊണ്ട് തന്നെ ആരോടും ഒരു വിഷമം എന്നെ സംബന്ധിച്ചില്ല. സന്തോഷം. ജയിച്ചത് നമ്മളൊരു പ്രിയപ്പെട്ട ചേട്ടനാണ്. മത്സരിച്ചത് 3 സഹോദരങ്ങളാണ്. അപ്പൊ അത് അങ്ങനെ കണ്ടാൽ മതി. പുതിയ ആര് വന്നിരുന്നാലും ഈ നാടിനെ കൂടി ഈ മേഖലയെ കൂടി അല്ലെങ്കിൽ അണകാരടക്കം പാത്താമ്പാറയടക്കമുള്ള സ്ഥലങ്ങളെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് ആദ്യം പറഞ്ഞ ഞാനാണ് അല്ലേ. അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് പറഞ്ഞാലാണ്, ബ്ലോക്ക് മെമ്പറെ ക്ഷണിക്കണമെന്ന് പറയുന്നത് ഞാനാണ്. അതെല്ലാം വിളിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയാണ് ഈ പരിപാടി കൊണ്ട് മറ്റു ചിന്തകളിലേക്കൊന്നും ആരും പോകണ്ട. കിട്ടുന്നത് എന്താണ് പ്രശ്നം, സമ്മാനത്തെ അവര് കൊണ്ടുവന്ന ക്രൈസ്തവ കൊണ്ടുവന്ന സമ്മാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് മാത്രം അഭ്യർത്ഥിച്ചോടും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഈ ഊരിന് വേണ്ടി സ്വന്തം പറയുന്നത് പ്രിയപ്പെട്ട ഇതിന്റെ എന്നെ കുറിച്ചുകൂടെ പറഞ്ഞു, സംഘാടകത്വം പറഞ്ഞത് അതൊന്നുമില്ല. വെറുതെ ഈ ഫോൺ എടുക്കുക, കാര്യങ്ങൾ പറയാ. വിക്രമണെന്ന് ഞാനും ചില സമയങ്ങളിൽ അടിച്ച ടെൻഷന് ഒന്നുമില്ല. എന്തായാലും വഴക്ക് പറഞ്ഞു. വിക്രമണെന്നിന്റെ ഓട്ടം പോയത് ഞാൻ പറഞ്ഞു, ഇയാൾ എന്റെ തലയിലാക്കി നടക്കടിക്കുന്നത് അല്ലെങ്കിൽ സാറ് നമ്മളെ വിളിക്കുന്നത്. ഇതൊരു വ്യത്യസ്തത നമ്മളോട് പറയും ഇന്നത് ചെയ്യണേ, എന്നിട്ട് ഇതിനകത്ത് കൊടുത്ത ലിസ്റ്റ് മുഴുവൻ ആൾക്കാരെ വിളിക്കും. അതറിയാം ഇതെവിടെ എങ്ങനെ കൊണ്ടു. അപ്പോ സാറിന്റെ ഒരു എടുത്ത റിസ്ക് മനസ്സിലാവും. അതിൽ ഞങ്ങളുടെ ഭാഗത്ത് കുറവായി വല്ലതും പ്രാഥമികം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞങ്ങൾ പെരുമാറാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കഴിഞ്ഞ് ഇനിയുള്ള നാളുകൾ ഒരുപക്ഷെ അദ്ദേഹം കൂടി നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാവുകയാണ്. ഒരു സഹോദര തുല്യനായി, അച്ഛൻ തുല്യനായി അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടാണ് ഇത്രയും ഒരാളോട് ഒരു കടുത്തൊരു കർത്താവാണ്. നമ്മൾ പറയാം ആവതാറുണ്ട് ബസ്സുകളാരും അല്ലെങ്കിൽ സാധനങ്ങളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. സാധനങ്ങൾ അയാളെ വിളിക്കണ്ട. കാരണം നമ്മൾ ഈ ചുരണ്ടി ഉണ്ടാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നല്ല ഉദ്ദേശത്തോട് എന്ത് ചെയ്താലും അത് നെഗറ്റീവായി വഹിക്കുന്ന കാലമാണ്. അത് വേണ്ട, നമ്മൾ കൈകാര്യം ചെയ്യാം. അപ്പൊ അതിനെല്ലാം ഇതെല്ലാം സംഘാടകത്വവും വഹിച്ച ഇതിന്റെ എല്ലാം ഈ പരിപാടിയുടെ സംഘാടകൻ കൂടി ആയിട്ടുള്ള പ്രിയപ്പെട്ട അധ്യക്ഷൻ പോൾ ജോസ് സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ഉന്നതിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലം ഈ നാട്ടിലെ ആദ്യം തൊട്ടുമുമ്പ് ഞാനായിരുന്നു കൊടുത്ത വാർത്ത തൊട്ടുമുമ്പ് ആദ്യം ശ്രീ മെമ്പറായിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലം ഉണ്ടാകും. നേരത്തെ വേറെ മെമ്പർമാരുണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് മെമ്പറായിട്ട് ആളാണ്. അപ്പൊ
ഈ വാർഡിൽ ജയിച്ച പ്രിയപ്പെട്ട ഈ വാർഡിന്റെ മെമ്പർ ശ്രീദേവി സുരേഷാണ്. ഇന്ന് ചില നിയോഗങ്ങളുണ്ട്. ഇനി ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചിരുന്നാലും ചിലപ്പോൾ ഇവിടെ ഊരുമൂപ്പനായിരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ട ഉത്തരവാദിത്വം അല്ലേ എത്തിച്ചേരേണ്ടത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നത് ഇന്നത്തെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത്. ഫോട്ടോകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട ശ്രീദേവന്തരാണ് നമ്മളോടൊപ്പം കഴിഞ്ഞ കാലം ഈ വാർഡിനെയും ഈ യുദ്ധത്തിൽ ചേർത്ത് പ്രിയപ്പെട്ട മെമ്പറാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് ശ്രീമതി ശ്രീദേവി സുരേഷിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇനി ഇവിടെ സ്വാഗതം ആശംസിക്കാനുള്ളത് ഇവിടെ മറ്റു പാസ്റ്റർമാർ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു സംഘാടകർ അവർക്കെല്ലാം നമ്മൾ ഓൾറെഡി സ്വാഗതം ആശംസിക്കുകയാണ്. അതിനപ്പുറത്ത് പ്രമോട്ടർമാർക്ക് മുമ്പ് സ്വാഗതം പറഞ്ഞ ആൾ വിക്രമണനാണ്. വിക്രമണൊരു പേടി. വിക്രമണ പള്ളിയിലേക്ക് പോകുന്ന ആളാണല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ സംഘടിപ്പിച്ച അങ്ങനെ പരിപാടി ആവുമോ ഞാനാണ് ധൈര്യമല്ല. നമ്മൾ പേടിക്കണ്ട. അതൊരു കാര്യമല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആര് കൊണ്ടു തരുന്നോ അത് ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ പല വഴികളിലൂടെ വരുന്നതാണ്. വിക്രമണ സത്യത്തിൽ ഇപ്പോഴും വിക്രമണ ഇങ്ങനെ ഒരു തീച്ചുളയിലാണെന്നാണ് എന്റെ വിശ്വാസം. വിക്രമണ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്കും കൂടി ഈ തണുപ്പ് സമയത്ത് ഒരു പുറപ്പ് കിട്ടും പറഞ്ഞിട്ട് വിക്രമണേറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. അതിനകത്ത് ഈ പ്രമോട്ടർമാരൊക്കെ ഇത് ആരും വിളിക്കുന്നവരാണ് കണ്ടത്. ദിവ്യ അതുപോലെ തന്നെ വസന്ത ഇന്നലെ സാറിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരിമാരോട് വരാൻ വേണ്ടി പറയുന്നുണ്ടോ അവർക്ക് കൊണ്ട് സമ്മാനം വസന്തത്തിൽ പറഞ്ഞില്ലത് രാവിലെ പറഞ്ഞു. അപ്പൊ ഈ പ്രമോട്ടർമാരായി അത് ഒരു മര്യാദയുടെ ഭാഗമാണ്. അദ്ദേഹം എല്ലാവരും വിളിക്കുന്നതാണ്. വിളിച്ചു ആരെ വിളിക്കും ഇങ്ങനെ കുറെ നാട്ടൊക്കെ സതീശൊക്കെ പറയാണ്. ഞാൻ സതീശക്കാരി ഇവരൊന്നും ഇപ്പൊ സതീശൊക്കെ വയസ്സായി വരും. അതെ വയസ്സാകുന്നില്ല. വയസ്സ് പ്രസിഡന്റായി അത് കടത്തിൽ കടന്നിട്ടില്ല. ഞാൻ അത് വേണോ ഇപ്പൊ വിളിക്കണോ ജിജി ഓക്കെ അപ്പൊ നമ്മുടെ അവര് വിളിക്കാൻ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ ഇതെല്ലാം ഫോട്ടോ എവിടെ നിന്ന് വന്നത് എനിക്ക് അറിയാൻ വയ്യ. ഞങ്ങളെ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി പഠിച്ചു തന്നവരാണ് എല്ലാം. ഇതെല്ലാം കുറെ മാസങ്ങളായിട്ട് നമുക്കങ്ങനെ ആശങ്കകളായിട്ട് അതാണ് തുറന്നു പറയണത്. അപ്പൊ അത് കഴിഞ്ഞു എങ്ങനെ മനോഹരമായ രീതിയിൽ ഫ്ലക്സ് അടക്കം ചെയ്ത് ഇതിനൊക്കെ എല്ലാ സൂത്രധാരനായി ഒരു മനുഷ്യൻ, ഈ ചെറിയ മനുഷ്യൻ വലിയ മനസ്സും വലിയ ശരീരമുള്ള മനുഷ്യന് നല്ലൊരു മനസ്സുണ്ടെന്നുള്ളതാണ്. അപ്പൊ വസന്ത പ്രമോദമായ വസന്ത, മഹേഷ് അടക്കമുള്ള ദിവ്യ, അതുപോലെ തന്നെ അമരി, പ്രീത, എല്ലാ മുഴുവൻ പ്രമോദർമാരെയും ഞാൻ ഈ സ്വാഗതം ചെയ്യാനാണ്. അതോടൊപ്പം ഈ മുൻ പ്രമോദറും കുടുംബശ്രീയുടെ ചെയർപേഴ്സണും എന്റെ വീടിന്റെ അടുത്ത വീട് താമസക്കാരിയുമായ കുടുംബശ്രീ ആനിമേറ്റർ കൂടിയായ ദീപിക ഈ പഠനമുറി സൂചിപ്പിക്കുകയാണ്. ഈ പഠനമുറി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് സൗജന്യമായി അതിന്റെ പഠനമുറികൾ അനുവദിക്കാത്ത കാലത്ത് ഇവിടുത്തെ കുട്ടികളെ ഒരു വർഷക്കാലം സൗജന്യമായി പഠിപ്പിച്ച ഒരാൾ കൂടിയാണ് ദീപിക. എന്റെ ഭാര്യയെ പറ്റി പറയുന്നതല്ല, അങ്ങനെ ചില സംഭവമുണ്ട്. അപ്പൊ ഈ വീട്ടിൽ കയറാണ്. അപ്പൊ ദീപികയ്ക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും മുൻപന്മാരുണ്ടെങ്കിൽ അവർ, അമ്മമാർ, സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവർ, ഈ ക്രൈസ്റ്റ് മിഷന്റെ മുഴുവൻ പ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. സാറ് പറഞ്ഞൊരു കാര്യം, വരുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട്, വരാത്ത ഒരാൾക്ക് തരൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് നാം കിട്ടൂല. ഈ കിട്ടിയ സമ്മാനത്തെയും ആഹാരമുണ്ട് ഇതെല്ലാം നമ്മുടെ ഡ്രൈവർമാർ അല്ലേ പുറത്തുണ്ട്. എന്റെ സഹപ്രവർത്തകർ ഈ അമേരിക്കയാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാനെന്ന് പറഞ്ഞു പോകുന്ന ഒരാളുണ്ട്, ശ്യാം സുന്ദർ സാറ്. കോളേജ് വളരെ ഉണ്ടെന്ന് വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയുടെ പേരിൽ ആരെയും വിട്ടുപോകുന്ന സ്നേഹിക്കുന്നു, സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ അധിക സ്വാഗത പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് നവവത്സരാശംസകൾ നേരുകയാണ്. 2026 പ്രളയമില്ലാത്ത, കോവിഡ് ഇല്ലാത്ത, അല്ലെ നിപ്പ ഇല്ലാത്ത, കുശുമ്പും കുഞ്ഞായ്മയില്ലാത്ത, ഇല്ലാത്ത നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
നമുക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ പ്രിയപ്പെട്ട രമേശ് അവരുടെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഞങ്ങൾ പേച്ചിപ്പാറ ഡാമിന്റെ പരിസരത്തുള്ള വനമേഖലയിലായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസത്തെ പ്രവർത്തനം. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അടക്കം അവിടെ കടന്നു വന്നു. 250 പേരുണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ 500 പേരാ കടന്നു വന്നു. 500 പേര്. രണ്ടാമത് ഭക്ഷണം ഒരുക്കേണ്ട സാഹചര്യം വന്നു. അവിടെയും പാവപ്പെട്ടവരായ വനവാസികൾ. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അവിടെ എല്ലാം നിറഞ്ഞ് ഹോളിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ അതും ഞങ്ങൾ പോയൊരു നല്ല പ്രദേശമാണ്. ഇതുപോലെ മൂന്നാർ, വയനാട്, കേരളത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ പാലോട് ഒത്തിരി വനപ്രദേശങ്ങളിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ദർശന പ്രകാരമാണ് ഈ കോട്ടൂർ വനത്തിലേക്ക് വരാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. നമ്മള് നിങ്ങൾക്കൊക്കെ വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതും ഞങ്ങളുടെ പ്രവർത്തകര് വ്യാപകരില്ലാതെ കഷ്ടപ്പെട്ട് അതെല്ലാം തയ്യാറാക്കി ഇതെല്ലാം പാക്ക് ചെയ്ത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വന്ന ബസ്സിലാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ അതിൽ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്, ഈ ശ്രീദേവി മാഡവും സുരേഷ് സാറും ഒക്കെ ഇനി അധികാര സ്ഥാനത്തേക്ക് ഉന്നത സ്ഥാനങ്ങളിൽ വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല റോഡ് വരണം. ഞങ്ങളുടെ ബസ് ഇനി ഇവിടെ വന്നാൽ ഞങ്ങൾ അന്നും ഇവിടെ വരും, അല്ലാതെ ഞങ്ങൾ വരും. ഞങ്ങൾ സാധാരണ ഒരു സ്ഥലത്ത് പോയാൽ പിന്നെ അവിടെ പോകുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വളരെ താല്പര്യം തോന്നുന്നു. ഇവരോടൊക്കെ ഇടപെട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഹൃദയമാനത്തിൽ മിക്കവാറും ഞാൻ വിളിക്കാറുണ്ട്. എനിക്ക് തോന്നി അതൊരു ശല്യമായിട്ട് മാറുമോ. എന്നാൽ വിളിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷത്തോടെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അതോർത്ത് ഞാൻ നന്ദി പറയുന്നു. സാറ് പറഞ്ഞ പോലെ ഇത്തരം ആൾക്കാർ വന്നല്ലോ, ഒത്തിരി പേര് വരാനുണ്ടല്ലോ. ഇന്ന് 2 യോഗങ്ങളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. സാരമില്ല, ഇത്രയും പേര് വന്നല്ലോ, നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു മതപ്രസംഗമല്ല, ഒരു മതത്തിന്റെ പ്രോഗ്രാമല്ല, ഇത് ഒരു മിഷൻ പ്രോഗ്രാമാണ്. അതിന്റെ കാര്യം ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറയാം. അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നിങ്ങള് ഇങ്ങനെ വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളുടെ പ്രവർത്തകർക്കൊക്കെ വളരെ സന്തോഷമാണ്. ഇവിടെയൊക്കെ നല്ല റോഡ് വരുമ്പോൾ ഞങ്ങള് ബസ്സിന് ഇവിടെ വരത്തക്ക നിലയിൽ വരുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ നമ്മുടെ ഈ മെമ്പർമാർക്ക്, ഈ സഹോദരന്മാർക്ക് ഇടവരട്ടെ. ചിലപ്പോൾ വേദിയിലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഭാവിയിലെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മുൻകൈ എടുക്കണം. നല്ല റോഡ് ഇവിടെ കൊണ്ടുവന്ന് സഹായിക്കണം എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ മീറ്റിംഗ് തീർത്ത് ഈ വസ്ത്ര വിതരണം നമുക്ക് ചെയ്യാം. ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ സഹോദരിമാര് ആ ലിസ്റ്റ് തയ്യാറാക്കാൻ വളരെ പാടുപെട്ട് അവരെ ഇതൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ വിതരണം ചെയ്യും. പിന്നെ ഇപ്പോൾ ഉദ്ഘാടനം നടത്തുവാനാണ് അടുത്ത പ്രോഗ്രാം. ശ്രീമതി ശ്രീദേവി മാഡം, ബ്രദർ നമ്മുടെ രമേശ് സാർ പറഞ്ഞതുപോലെ
നമ്മളെ ഇന്ന് ക്ഷണിച്ചവര് പനിയും മറ്റു തടസ്സങ്ങളുമായി ഒരു വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഇന്ന് ഔപചാരികം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീദേവിമാരെ എത്തിക്കഴിഞ്ഞു. അത് സന്തോഷമുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന പലരും ഇവിടെ വന്നിട്ടില്ല. അവർക്ക് പല അസൗകര്യമുള്ളതുകൊണ്ട് വന്ന് ചേർന്നില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ ധാരാളം പേര് ഇവിടെ എത്തേണ്ടതായിരുന്നു. നമുക്ക് അത് മനസ്സിലാക്കാമല്ലോ. ഈ പ്രോഗ്രാം ഉദ്ഘാടനത്തിന് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദവും ശ്രീദേവി മാഡത്തെ ഞാൻ ഹാർദമായി ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. സമാധാന ദൂത് എന്ന ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ഫോൺ ജോർജ് മാസ്റ്റർ അവർ, ഇവിടെ നല്ല രീതിയിലൊരു പാട്ട് പാടിയ നമ്മുടെ മുരളി മാസ്റ്റർ അവർ, അതോടൊപ്പം തന്നെ അതിനുപരി നല്ലൊരു പാട്ട് പാടിയ സജി ലാൽ മാസ്റ്റർ അവർ, അതോടൊപ്പം തന്നെ എന്റെ സഹപ്രവർത്തനായ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ ഇവിടെ സ്വാഗതം, നമ്മൾ നല്ല രീതിയിൽ സ്വാഗതം പറഞ്ഞ് നമ്മുടെ ഒക്കെ ചിരിപ്പിക്കുകയും അതിനോടൊപ്പം നല്ല രീതിയിൽ നമ്മുടെ മുൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും കൂടിയായ ശ്രീ രമേശ് അവർ, അതോടൊപ്പം വിക്രം ഭാസ്കർ അവർ, ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ക്ലാസ് ഒരു ഫ്രണ്ടും കൂടിയായ നിങ്ങളോടൊപ്പം ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലുള്ള ഒരു ആളും കൂടി ഉണ്ട്. ഉളിയക്കോട് താമസക്കാരിയാണ്. നിങ്ങളോടൊപ്പമുള്ള എൻ്റെ അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകര്, നമ്മുടെ ഈ പഠനമുറിയുടെ ആനിമേറ്റർ രഞ്ജുദേവി, അതോടൊപ്പം തന്നെ പ്രൊമോട്ടർമാരായ ഈ ഊരിന്റെ പ്രൊമോട്ടർ ശ്രീ മകേഷ് അവർ, അതോടൊപ്പം ചോരാമ്പാറ വാലിപ്പാറ മാങ്കോട് പ്രദേശത്തിലെ പ്രൊമോട്ടർ ശ്രീ വസന്ത, ഫെസിലേറ്റർ കൂടിയായ ശ്രീമതി ദേവിക, അതോടൊപ്പം തന്നെ മാങ്കോട് വാലിപ്പാറയുടെ ഫെസിലേറ്റർ രേഷ്മ, ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയമുള്ള അമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, നല്ല രീതിയിൽ ജോർജ് സാറ് നമ്മുടെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തില് പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറെയും കാണാൻ വന്ന സമയത്ത് നമ്മുടെ ബ്ലോക്കിന്റെ ഡിവിഷൻ മെമ്പർ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ വിക്രാണൻ കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിൽ വന്ന സമയത്ത് നമുക്ക് സെറ്റിൽമെന്റ് മേഖല കൂടുതൽ ആൾവാസമുള്ള മേഖലയില് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ഉപഹാരം കൊടുക്കണമെന്ന് നമ്മുടെ ഭാസ്കർ അറിയിക്കുകയും ആ സമയത്ത് നമ്മള് കൊടുക്കാമെന്ന് അറിയിച്ചു. നമ്മൾ അന്ന് മണ്ണാങ്കോണാണ് നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ അവിടെ 8ഓളം സെറ്റിൽമെന്റുകൾ അടങ്ങുന്ന പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിൽ ശേഖരിച്ചു കൊണ്ടുവന്ന സാധനങ്ങളാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തില്. കാരണം നമ്മൾ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയില് നമ്മൾ മണ്ണാങ്കോളം പ്രദേശത്തും നമുക്ക് ക്രിസ്മസ് ആഘോഷം ഒത്തൊരുമിച്ച് നമ്മുടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എല്ലാവരും കാണുന്നതിന് വേണ്ടിയും ഒത്തൊരുമിച്ച് പിന്നെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനുള്ള വേദി നമുക്ക് ഒരുക്കി തന്നു. കാരണം ഇനിയും അത് നമുക്ക് ഇതിന്റെ വാർഡ് മെമ്പർ ഞാനല്ല ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ടും പുതിയ വാർഡ് മെമ്പറാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. കാരണം ആ വാർഡ് മെമ്പറിന് സുഖമില്ലായിരുന്നു, രാവിലെ തന്നെ വിളിച്ചുകൊണ്ട് പനിയായിരുന്നു. ഇത്തിരിയെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ വരുമായിരുന്നു. ആ വിവരവും നമ്മുടെ ഭാസ്കരെ അറിയിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നു. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ നമ്മൾ വന്നാണ് ഈ പ്രോഗ്രാം നടത്താൻ എന്ന് വിചാരിച്ചിരുന്നത്. കാരണം അന്ന് നമുക്ക് നടത്താൻ പറ്റിയില്ല. ഇന്ന് നമ്മുടെ പ്രസിഡന്റ് വിളിച്ചിരുന്നു, പക്ഷെ പ്രസിഡന്റ് എത്തിയില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് പ്രോഗ്രാമുകളൊക്കെ ഉള്ളത് കൊണ്ടും പ്രസിഡന്റ് എത്തിയില്ല. അതോടൊപ്പം ഇവിടെ ജയിച്ച ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഒരു ക്രിസ്മസ് പരിപാടിയിൽ നിൽക്കുകയാണ്. ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവർക്ക് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ സതീഷ് മെമ്പറിനും വരാൻ പറ്റിയില്ല.
ബാക്കി ഞങ്ങൾ 3 പേരും ഒരു നിമിത്തമാണ്. കാരണം മുൻ മെമ്പർമാർ വന്നാണ് ഇവിടെ സ്വാഗതം പറയാനും ഉദ്ഘാടനം ചെയ്യാനും ഒരു നിമിത്തം ദൈവത്തിലുണ്ട്. കാരണം നോക്കണം, ഞാൻ അല്ലെങ്കിൽ ഒരു ആശംസ അറിയിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതി നമ്മളിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അത് ജഗദീശ്വരൻ ഞങ്ങളെ സഹായിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ഗ്രൂപ്പ് സോങ് പാടുന്നതിന് വേണ്ടി പാസ്റ്റർ മുരളി, സിസ്റ്റർ ബിന്ദു, സിസ്റ്റർ യാമിനി അവര് ഒരു ഗ്രൂപ്പ് സോങ് പാടുന്നതാണ്. അവർ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. സിസ്റ്റർ ബിന്ദു, സിസ്റ്റർ യാമിനി, പാസ്റ്റർ മുരളി. ഹല്ലേലൂയ. പിതാവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? ബൈബിൾ ഇങ്ങനെ വരുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. നിന്നെ പോലെ നിന്റെ ആൾക്കാരെ ദ്രോഹിക്കുക എന്നല്ല യേശു പറഞ്ഞു, നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക. ആ ദൗത്യം ഞങ്ങളെ എടുത്തിരിക്കുന്നു. വ്യത്യാസം കൂടാതെ ഞങ്ങൾ സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർണാടകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും മനുഷ്യന്മാരെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. ബൈബിളിങ്ങനെ വന്നു, സകല പൂർത്തിമാസികളുമാരെ എല്ലാവരും എങ്കിലേക്ക് രക്ഷ പ്രാപിച്ചു. യേശുവിന്റെ നാമത്തെ കുറിച്ച് പറയുന്നത് പാപമോചനം നൽകുന്ന നാമം, രോഗസൗഖ്യം നൽകുന്ന നാമം. ഭാവിയിൽ ദോഷമായവരെ എന്നെ കർത്താവ് രക്ഷിച്ചു. 24 വയസ്സ് വരെ, എൻ്റെ 12 വയസ്സ് തൊട്ട് മാറ്റിക്കാരെ മൂക്കുപിടി രോഗപ്രകാരം ജീവിച്ചു. ഒടുവിൽ ആത്മഹത്യ പോകുമ്പോൾ 24-ാമത്തെ വയസ്സിൽ റോമൻ കത്തോലിക്ക യേശുവിനെ കുറിച്ച് പറഞ്ഞു. ത്യാഗം പോകുന്നത് എനിക്ക് തർച്ചിച്ചു പിടിയെന്ന് പറഞ്ഞിട്ട് അന്ന് യേശുവിനെ സ്വീകരിച്ചു. ഞാനും എൻ്റെ കുടുംബവും വിശ്വാസമാക്കി കടന്നു വരികയായിരുന്നു. എൻ്റെ വീട് പാലായിലാണ് കോട്ടയം. അങ്ങനെ എൻ്റെ ഭാഗങ്ങളെ പറയാതെ ജീവിച്ചു. മലകൾ കയറി യേശുവിനെ കുറിച്ച് എല്ലാം ചെയ്തു. സമാധാനമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ എനിക്ക് സമാധാനം തന്നു. കർത്താവിന്റെ സ്നേഹത്തെ എത്രയും എന്റെ 62-ാമത്തെ വയസ്സിലും ഞാനിങ്ങനെ ഓടി കർത്താവിന് വേണ്ടി പാടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പാട്ടാണ് ശ്രീയേശു നാമം, ഒരു പഴയ ഗാനം. അത് എനിക്ക് വന്നാണ് പാപപരിഹാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന യേശുവിന്റെ നാമം എല്ലാ നാമത്തിലും മേലായ ശ്രീയേശു നാമം, അതിശയനാമം, നാമം. ശ്രീയേശു നാമം, അതിശയനാമം, നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ഹലോ, സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് വേണ്ടിയിട്ട് ആരുടെ മരിച്ചു പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു വരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ കരമടിച്ചുകൊണ്ട് മറ്റു പ്രയാസമില്ലാത്തവർ കരമടിച്ച് ചോദിക്കാം. എല്ലാ യേശുനാമം, അതിശയനാമം, നാമം. യേശുനാമം, അതിശയനാമം, നാമം. ജന്മമില്ല പാപം എന്നിൽ നിന്നു നീക്കാം, എന്നിൽ കഴിഞ്ഞ നാമം. ജന്മമില്ല പാപം എന്നിൽ നിന്നു നീക്കാം, എന്നിൽ കഴിഞ്ഞ നാമം. അങ്ങേരെടുത്തു എന്നേക്കുമായി മാറ്റുവന്ന ഉന്നതന്റെ വന്യനാമം. അങ്ങേരെടുത്തു
എന്നേക്കുമായി മാറ്റുകമ്മ ഉന്നതന്റെ വന്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം നാടുവഴികളോ തന്റെ സിദ്ധരുമായി സിംഹാസനത്തിൽ വാഴും നാമം നാടുവഴികളോ തന്റെ സിദ്ധരുമായി സിംഹാസനത്തിൽ വാഴും നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. നല്ല ഗാനങ്ങൾ നമുക്ക് കേൾപ്പിച്ചു തന്ന ഈ ഗായക സംഘം ശരണ്യ ഉൾപ്പെടെയുള്ളവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ കരങ്ങളൊന്ന് അടിച്ച് അവരോട് ഞാൻ അധ്യക്ഷ പ്രസംഗം അധികം നീട്ടുന്നില്ല. ഞങ്ങൾ 10 മണിക്ക് നമ്മുടെ യോഗം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്നാൽ നമ്മുടെ ഈ മറ്റു പല കാര്യങ്ങളാൽ ഒരു തടസ്സം നേരിട്ടു. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ക്രിസ്മസ് പ്രമാണിച്ചു അവിടുന്ന് ഇങ്ങോട്ട് വരാനും ഒക്കെ നമുക്ക് ഇപ്പം താമസമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണല്ലോ ഈ കസേരയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാനിട വന്നത്. അങ്ങനെ പല കാര്യങ്ങളാൽ താമസിച്ചു. നിങ്ങളെല്ലാവരും സഹകരിക്കണം. അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് എല്ലാം ഭംഗിയായിട്ട് നടത്താം. ഇന്നത്തെ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ദിവസമാണല്ലോ. ഒരല്പം കൂടെ ശാന്തമായിട്ടിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. എനിക്ക് ഒരു ബൈബിളിൽ ഒരു വചനഭാഗം വായിച്ചിട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉപക്രമം അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. അതിനുശേഷം ആശംസ അറിയിക്കുന്നതിന് ഉള്ള സമയമായിരിക്കും. അതിന് ശേഷമാണ് ഇവിടുത്തെ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഭക്ഷണം കഴിക്കും. കൂടാതെ നമ്മളെല്ലാവരും പുറത്തു നിന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. നമുക്കൊരു സന്തോഷം തന്നെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കും. അതിൻ്റെയൊക്കെ കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എന്നുകൂടി ഓർമ്മിക്കുക. വിശുദ്ധ ബൈബിളിൽ 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 23-ാം വാക്യം എഴുതിയിരിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിന്റെ കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയൊരു മദ്യപാനിയാണ്. ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ്. ഞാൻ ഭയങ്കരമായ മദ്യപാനം, സിഗരറ്റ് വലിയും, നമ്മളെ ബംഗാളികളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തമ്പാക്കും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ മയക്കുമരുന്നിനും എല്ലാം ഉപയോഗിച്ച് ബോംബെയിലായിരുന്നു എൻ്റെ കൂടുതൽ നാളത്തെ ജീവിതം. എൻ്റെ 10 വർഷം ബോംബെയിൽ, 10 വർഷം ഗൾഫ് രാജ്യത്തായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അവിടെയും ഞാൻ മദ്യപാനം, എന്നെ ആരും നിയന്ത്രിക്കാനില്ലായിരുന്നു. എന്നാൽ എന്നെ ദൈവം സ്നേഹിച്ചതുകൊണ്ട്, യേശു എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്കൊരു അരുളപ്പാട് കിട്ടി. മകനെ, ഇതൊക്കെ നീ അവസാനിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എനിക്ക് വ്യക്തവും ശക്തവുമായ ഒരു ദർശനം കിട്ടി. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു വിസ്കിയുടെ കുപ്പി എടുത്ത്, നല്ല വിലയാണ് വിസ്കി കുപ്പി, ഞാനത് വാഷ് ബേസിൽ കൊണ്ട് ഒഴിച്ചു കളഞ്ഞു. 40 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന ആളായിരുന്നു. അതെന്നെ മെച്യൂരിറ്റി എടുത്തെറിഞ്ഞ വ്യക്തിയാണ്. കാരണം യേശു എന്നെ രക്ഷിച്ചു. ആ യേശുവിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ കഴിയുമോ? എന്റെ കുടുംബത്തിന് അച്ഛന്മാരും വൈദികരും കന്യാസ്ത്രീമാരും അപ്പോൾ കുടുംബം. ആ കുടുംബത്തില് നിന്നാണ്
അവരാരും ഈ വേദപുസ്തകം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഞങ്ങൾ എപ്പോഴും ഈ പുസ്തകം എടുക്കും. ഈ പുസ്തകമെടുത്തവരാരും നശിച്ചു പോയതായിട്ട് ഇന്ന് വരാരും പറഞ്ഞിട്ടില്ല. ഈ പുസ്തകം എടുത്തോ അവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. എന്റെ സാക്ഷ്യമാണ്. ഞാൻ ലോകത്ത് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. ഈ പുസ്തകം എടുത്തവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കന്യകയിലൂടെ യേശു മറിയ ഗർഭം ധരിച്ചു. യേശു ജനിച്ചു. കന്യക ഗർഭം ധരിക്കുമോ? അത് ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ അരുളപ്പാടായിരുന്നു. ഒരു കന്യക ഗർഭം ധരിക്കും. അത് ദൈവത്താൽ സംഭവിച്ച് അവൾ ഗർഭവതിയായി. സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ജനിച്ച ഒരു യേശു ജനിച്ചത് കൊണ്ടാണ് യേശു ഭൂമിയിൽ ജീവിച്ച് മരിച്ച് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രക്ഷ ലഭിച്ചത്. അതുകൊണ്ട് ദിവസവും ഞങ്ങൾക്ക് ക്രിസ്മസാണ്. ഇനി 3 മാസം കഴിയുമ്പോൾ ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ദിവസവും വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അറിയാം, ഞങ്ങൾക്ക് ദിവസവും ഈസ്റ്റർ. യേശു ക്രിസ്തുവിന്റെ ജനനം, പരസ്യ ജീവിതം, യേശു ഇനി വീണ്ടും വരും എന്ന കാര്യം ദിവസവും ധ്യാനിക്കുന്നവരായതുകൊണ്ടാണ് ഞങ്ങളുടെ ഉള്ളിൽ ആ ഒരു സന്തോഷവും പ്രത്യാശയും ഉള്ളത്. യേശു വേഗം വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, ഈ സുവിശേഷം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ ജനനം, ശുശ്രൂഷ, കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച് മനുഷ്യരെ രക്ഷിച്ച ആ സന്ദേശമാണ് സുവിശേഷം. യേശു ദൈവമായ യേശു മനുഷ്യനായി അവതരിച്ചത് മാനവരാശിക്ക് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു ഒരു മതം സ്ഥാപിച്ചെന്ന് ഈ ബൈബിളിൽ എഴുതിയിട്ടില്ല. ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സകല മനുഷ്യരുടെ ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കണം. ഞാന് പിന്നെ ഈ പുസ്തകം താഴെ വെച്ചിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ചത് തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സാക്ഷ്യമാണ്. എന്റെ ഭാര്യ 1000 രൂപയായിരുന്നു മാസം ശമ്പളം. ടീച്ചറായിരുന്ന 1000 രൂപയ്ക്ക് ഒരു ടീച്ചറായിട്ട് ഒരു മാസം ജോലി ചെയ്യ എന്റെ ഭാര്യ കോളേജിൽ ഒരു പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ദൈവം എന്നെ മാനിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് രാജി വെച്ച് വന്നവർ. 1 ലക്ഷം രൂപ 20 വർഷം മുമ്പ് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച ഒരു വ്യക്തിയാണ്. മദ്യപാനത്തിൽ കിടന്ന് നരകത്തിലേക്ക് പോകേണ്ടിയിരുന്നു, പാപത്തിൽ മരിക്കേണ്ടിയിരുന്ന എന്നെ യേശു രക്ഷിച്ചാൽ എനിക്ക് മറക്കാൻ കഴിയുമോ? എനിക്ക് നന്ദികേട് കാണിക്കുവാൻ കഴിയുമോ? 1 ലക്ഷം രൂപയുടെ ജോലി രാജിവെച്ചിട്ട് ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് ഈ ആലപ്പുഴ വന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു വണ്ടിയും വാങ്ങിച്ച് അന്ന് ഇങ്ങനെ മിഷൻ പ്രവർത്തനം, സുവിശേഷവുമായിട്ട് പ്രാർത്ഥനയുമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. എന്റെ ഫോട്ടോ ഒന്നും നിങ്ങൾ ഒരു സ്ഥലത്തും കാണത്തില്ല, ഒരു ഫ്ലെക്സിൽ കാണത്തില്ല, പത്രത്തിൽ കാണത്തില്ല. കാരണം ഞങ്ങൾക്ക് ഫോട്ടോയും ഞങ്ങളുടെ പേര് പ്രശസ്തി ഒന്നും വേണ്ട. മറ്റുള്ളവർക്ക് ഞങ്ങൾ ലഭിച്ച അനുഗ്രഹവും കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ന് ലോകത്തിൽ അനേക പ്രത്യായ ശാസ്ത്രങ്ങളുണ്ട്, അനേക ശാസ്ത്രജ്ഞന്മാരുണ്ട്, പല കണ്ടുപിടുത്തങ്ങൾ ലോകത്തിനുണ്ട്. ലോകം ദിനം പ്രതി വികസിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുപിടുത്തങ്ങളുടെ കലവറയും. പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ ഉള്ളവർക്ക് സാക്ഷാൽ ദൈവം ആരെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്ന സത്യമാണ്. ദൈവം ആരെന്ന് അറിയത്തില്ല. ദൈവം ആത്മാവാണ്. അതുകൊണ്ടാണ് ഒരു മറിയ എന്ന കന്യകയിലൂടെ ഗർഭം ധരിച്ച് മനുഷ്യനായി ഈ ഭൂമിയിൽ പറഞ്ഞത്. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെ രക്ഷിക്കാനാണ്. നമ്മുടെ ഒരു മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ഇവിടെയുള്ള മൃഗങ്ങൾക്കോ ലോകത്തിലുള്ള ഏത് ജീവിക്കോ 2 കാര്യമുള്ളൂ, 2 ഘടകങ്ങളേ ഉള്ളൂ: ദേഹവും ജീവനും പ്രാണനും.
പക്ഷെ ആത്മാവില്ല. ആത്മാവുള്ള ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആത്മാവ് വലിയ വിലയുള്ള ദൈവം ഓരോ മനുഷ്യർക്കും ആത്മാവിനെ തന്നിട്ടുണ്ട്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദൈവത്തിന്റെ മുമ്പിൽ മുഖപക്ഷമല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വേഗത്തിൽ ഇരിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിലിരുന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം മുക്കുവന്മാരായിരുന്നു, മീൻപിടുത്തക്കാരായിരുന്നു, ഒരു വിദ്യാഭ്യാസമില്ലായിരുന്നു, വെറും മുക്കുവന്മാര്. മുക്കുവന്മാർക്ക് അറിയാവുന്ന ജോലി മീൻപിടുത്തം മാത്രമേ ഉള്ളൂ. ദൈവം തെരഞ്ഞെടുത്തത് അവരെയാണ്, സമ്പന്നന്മാരെ അല്ല, ജ്ഞാനികളെ അല്ല. ആ ദൈവം തെരഞ്ഞെടുത്തത് പാവപ്പെട്ടവരെ. യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഒരു ഉപകാരം തന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു പോകണം എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. യേശു ക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു ദൈവമാണ്. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ്? ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തെ സൃഷ്ടിച്ചത് ആരാണ്? ആ ദൈവമാണ് യേശു ക്രിസ്തു. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തുവിന്റെ നാമം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിന് ഇനി നടക്കാൻ പോകുന്ന 2 സംഭവങ്ങളെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോയി. ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും, ഈ സൂര്യൻ പ്രകാശം തരത്തിലെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നു. അവസാന നാളിൽ നടക്കാൻ പോകുന്നത് മനുഷ്യൻ മരിക്കാൻ കൊതിക്കും, പക്ഷെ മരിക്കത്തില്ല. മരിക്കാൻ കൊതിക്കുന്ന നാൾ വരാൻ പോവുകയാണ്. ഇന്ന് മനുഷ്യർക്കാർക്ക് മരിക്കണ്ട, പക്ഷെ മരിക്കാൻ കൊതിക്കുന്ന ഒരു നാൾ വരാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു പുസ്തകം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ട് പോകണം, വായിക്കണം, വേണ്ടി വായിക്കണം. ഒരു ബൈബിളിന്റെ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം. എല്ലാ സൗകര്യവും നിങ്ങൾ വായിക്കണം, കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്നോടൊരു മുസ്ലിം പ്രൊഫസർ പറഞ്ഞത്, ഞാൻ ബൈബിള് വായിക്കും, ഖുർആൻ വായിക്കും, ഭഗവത്ഗീത വായിക്കും, ഉപനിഷത്തുകൾ വായിക്കും. നമുക്ക് എല്ലാത്തിനും ഒരു അറിവ് വേണം. ലോകത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും വേണം. ചെറിയ ചെറിയ അറിവ് വേണം. ഇന്ന് ഈ കൊച്ചിന്റെ ഒക്കെ മൊബൈൽ കൊടുത്താൽ അവൻ എന്തെല്ലാം കാര്യം അറിയാവോ നമുക്ക് പോലും അറിയത്തില്ല. പിള്ളേരെല്ലാരും പഠിച്ചു കഴിഞ്ഞു. ആ കാലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നമ്മളെ സൃഷ്ടിച്ചതാരാണ്, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, മരണാനന്തരം നമ്മുടെ ജീവിതം എന്തായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന മരണാനന്തരം ഒരു സ്വർഗീയ ജീവിതം. സ്വർഗത്തിലേക്ക് പോകണം. നരകം തീച്ചൂളയാണ്. സ്വർഗത്തിലേക്ക് പോകണമെന്ന് നാം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തെ കൊടുക്കണം. അത് അനുഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അവസാന നാളിൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതങ്ങളെ കാണിക്കും. തീയും ഗന്ധകവും പുകത്തോടും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും. ഇന്ന് കാണുന്ന സൂര്യനെ കാണാത്ത ഒരു ദിവസം വരാൻ പോവുകയാണ്. ഈ ഭൂമി ഇങ്ങനെ നിൽക്കത്തില്ല. യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് ഈ ബൈബിളിൽ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ യേശു ക്രിസ്തു വരാൻ പോകുന്നതിന് അടയാളങ്ങൾ ലോകത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. ഒന്നറിയാം, യേശു വേഗം വരാൻ പോവുകയാണ്. നമ്മുടെ രക്ഷ, ആത്മരക്ഷ പ്രാപിച്ചോളണം. ആത്മരക്ഷ എങ്ങനെ പ്രാപിക്കണം? നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരുപാട് രാജ്യത്ത് പോകുന്നതാണ്. ഈ തിരുവനന്തപുരത്ത് കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? നമ്മുടെ കുട്ടികളൊക്കെ കോളേജിൽ സ്കൂളിൽ പോകുമ്പോൾ ബീച്ചിൽ വന്നിരിക്കുക. നിങ്ങൾ അറിയുന്നുണ്ടോ? പിള്ളേര് മാതാപിതാക്കളെ ചോറൊക്കെ പൊതിഞ്ഞ് വളരെ സ്നേഹത്തോടെ പാടുപെട്ട് വളർത്തുന്ന കുട്ടികള് ബീച്ചിൽ വന്ന് ഇരിക്കുകയാണ്. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഇന്ന് കാലം അങ്ങനെ ആയത് എന്താണെന്നറിയാവോ? പിശാച് എന്ന സാത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരു കാലമാണ്. ആ വഴിതെറ്റിച്ച് അവർ നശിച്ചു പോകാതിരിക്കണം. ലഹരിയും മദ്യവും
സുലഭമായി കിട്ടുന്ന ഒരു നാളുകളായി ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. പൊതികളിലൂടെ, ചെറിയ പൊതികളിലൂടെ മയക്കുമരുന്നും മയക്കുമരുന്നും ആ കഞ്ചാവും ഒക്കെ വിൽക്കുകയാണ്. കോളേജിന്റെ സ്കൂളിന്റെ വാതിക്കല് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നു. അത് ഭയങ്കര പിശാചിന്റെ പ്രവൃത്തിയാണ്. പിശാചിന്റെ തലയെ യേശു തകർത്തതാണ്. ഇനി യേശു വീണ്ടും വരുമ്പോൾ ഈ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ, യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഈ സാത്താനെ പിടിച്ചു കെട്ടി തീപ്പൊയിൽ തള്ളാനാണ് യേശു വരാൻ പോകുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. പാപങ്ങളെ ഏറ്റുവന്ന് ഉപേക്ഷിക്കണം. നമ്മൾ പലരും പാപത്തിൽ, ഞാൻ വലിയ പാപിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, മദ്യവും മയക്കുമരുന്നും കഴിച്ച എന്നെ രക്ഷിച്ചത് ഈ യേശുവിന്റെ തിരുവെഴുത്ത് വചനമാണ്. ഞാനല്ലെങ്കിൽ എന്നെ ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ തകർന്നു പോകേണ്ടുന്ന സ്ഥാനത്ത് എന്നെ രക്ഷിച്ചത് യേശുവാണ്. എന്റെ ഭാര്യ ഒരു പ്രൊഫസറായിട്ട് മാറി. 1000 രൂപ ശമ്പളം വാങ്ങിച്ച എന്റെ ഭാര്യ PhD എടുത്ത്, ഡോക്ടറേറ്റ് എടുത്ത് ഒരു കോളേജിലെ പ്രൊഫസറായി, ഇന്നും പ്രൊഫസറായിട്ട് ജോലി ചെയ്യും. ഇതെടുത്തപ്പോൾ, ഈ വചനം എടുത്ത്, ഈ ബൈബിൾ എടുത്തവൻ ആരും നശിച്ചിട്ടില്ല. നിങ്ങളൊന്ന് രഹസ്യത്തിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അന്ന് രാത്രി നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം നിങ്ങളൊന്ന് അറിയണം. ഈ പുസ്തകം വാങ്ങിച്ചിട്ട് പോകണം എല്ലാവരും, കേട്ടോ എല്ലാവരും വാങ്ങിച്ചിട്ട് പോകണം. ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ മാറ്റം തരണം. എൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ ഇരിപ്പ് കണ്ടില്ലേ, അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണം. ദൈവം ഒന്ന് പ്രാർത്ഥിക്കും. ആ പുസ്തകമൊക്കെ ഒന്ന് വായിക്കും. നമുക്ക് ഏത് പുസ്തകവും വായിക്കാം. എങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞതിന് സന്തോഷമുണ്ടോ? എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് കൈയൊന്ന് നോക്കിക്കേ, ഒന്ന് കൈയൊന്ന് അടിച്ചേ. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് മൈക്ക് കൈമാറുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ ദൈവമേ, കർത്താവേ, പിതാവായ ദൈവമേ, ദൈവമായ യേശുവേ, പരിശുദ്ധാത്മാവേ, ഈ മക്കൾ എല്ലാവരും നീ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സൃഷ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവമേ അങ്ങയുടെ സൃഷ്ടിയാണ്, അങ്ങയുടെ മക്കളാണ്. ഈ സഹോദരിമാര് ദൈവത്തിന്റെ മക്കളാണ്. ഈ സഹോദരന്മാര് ദൈവത്തിന്റെ മക്കളാ. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മക്കളാ. കർത്താവേ, നീ ഇവരെ അനുഗ്രഹിക്കണം. ഇവിടെ ഭാവി അനുഗ്രഹിക്കണം. ഈ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഇവർ രക്ഷിക്കണം. മദ്യവും മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന് അടിമയായി പോകാതിരിക്കാൻ ദൈവം വരണ്ട. ഇവരെല്ലാം അനുഗ്രഹിക്കണം കർത്താവ്. ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവിടെ കടന്നു വന്ന എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കുന്നുണ്ട്. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ വിക്രമം പറഞ്ഞു, ഈ രമേഷ്, ഇവരും അന്ന് അതേ ദിവസം ഞാൻ കണ്ട സുന്ദരിമാർ, ഇവരൊക്കെ എന്നെ സ്നേഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷന് മുമ്പാണ് ഈ പ്രോഗ്രാം നടന്നിരുന്നെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ആളാണ്. ഇലക്ഷന് മുമ്പാണ് പ്രോഗ്രാം നടന്നിരുന്നെങ്കിൽ ഉദ്ഘാടനം ചെയ്യണമായിരുന്നു. അന്ന് വിതരണ ഉദ്ഘാടനം മണികണ്ഠൻ സാർ നടത്തും. രമേശ് ആശംസ അറിയിക്കുന്നു. കണ്ടോ, അന്ന് നടത്തേണ്ടിയിരുന്നു. ഇപ്പോൾ നടത്തിയിട്ടും ഉദ്ഘാടകയായിട്ട് വന്നിരിക്കുന്നത് ഈ മാഡം. കരങ്ങളോട് അടിച്ചേ. ഞങ്ങൾ ഒരിക്കലും മാർഗത്തിൽ കേട്ടതാണ്. ഈ നിങ്ങളെ ഇന്ന് കടന്നു വന്ന എല്ലാവരെയും, ഈ വനത്തിൽ താമസിക്കുന്നവർ ഞങ്ങൾ ആത്മാർത്ഥമാണ് സ്നേഹിക്കുക. എന്നെ എല്ലാവരും പറഞ്ഞു ചോദിച്ചു, എന്തിനാ ഈ വനത്തിൽ പോകുന്നു, അവിടെ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞ അവിടെ പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കണം, അവരോട് കൂടി നിൽക്കണം. ഒത്തിരി സമ്പന്നന്മാർ ഒരുപാടുണ്ട് ലോകം. ഞങ്ങൾക്ക് ഇഷ്ടം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. താങ്ക് യു. അടുത്തത് ആശംസ അറിയിക്കുന്നതിന് ശ്രീ മഹേഷ് ക്ഷണിച്ചോളൂ. ശ്രീ മഹേഷ് ആശംസ അറിയിക്കുന്നതിന് മഹേഷിനെ ക്ഷണിക്കുന്നു. വേഗം വരണേ. അടുത്തത് ശ്രീമതി വസന്തയെ ക്ഷണിക്കുന്നു. പ്രൊമോട്ടറാണ്. വേദിയിൽ സ്വാധീനമുള്ള എല്ലാവർക്കും നമസ്കാരം. ഇത് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ മുന്നേ തീരുമാനിച്ച ഒരു പ്രോഗ്രാമാണ്. അന്നേ തൊട്ട് സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ്. അപ്പോൾ
ഞാൻ കഴിഞ്ഞ തവണ അന്ന് മാറ്റി വെച്ചു. പിന്നീട് ക്രിസ്മസിന് അന്ന് വെക്കുന്നത് അറിയിച്ചുകൊണ്ട് സാറ് വീണ്ടും എന്നെ വിളിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, സാറേ ക്രിസ്മസ് ആ ഒരു ദിവസവും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ, ആ ദിവസം നമുക്ക് കുടുംബത്തോടെയൊക്കെ ചിലവഴിക്കണ്ടേ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ സാറ് പറഞ്ഞു, സാരമില്ല, നമുക്ക് മാക്സിമം നേരത്തെ കാര്യങ്ങൾ തീർക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം നിൽക്കാമല്ലോ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ വൈകി എങ്കിലും ഇപ്പോൾ തന്നെ 12-1 മണിയോളം ആകുന്നുണ്ട്. അപ്പോൾ ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ നല്ലൊരു ദിവസം യേശുവിൻ്റെ ഈ ജന്മദിന നാളിൽ നമ്മളെല്ലാവരും ജാതി മതങ്ങളൊന്നും അതീതമായിട്ട് നമ്മളൊക്കെ ഈ ദിവസം ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കുന്നവരാണ്. നേരത്തെയൊക്കെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വനത്തിനകത്ത് ഒരു സ്റ്റാർ പോലും ആരുടെ വീടുകളിൽ അധികം കാണാറില്ല. ഇപ്പോൾ ഒരു സ്റ്റാറൊന്നും കെട്ടാത്ത വീടുകളില്ല. മാസങ്ങൾക്ക് മുമ്പേ കളർ ബൾബൊക്കെ അലങ്കരിച്ച വീടുകളാണ് എല്ലാം. അപ്പോൾ ഇതിനകത്ത് ജാതിയൊന്നും മതമൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആഘോഷിച്ച് പോകുന്നവരാണ്. അപ്പോൾ ഈ നല്ല യേശുവിൻ്റെ ജന്മദിന നാളിൽ നമുക്ക് ചിലർക്കൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഒരു സമ്മാനം കിട്ടില്ല. ആ ദിവസം ഇവരൊക്കെ നമ്മളെയൊക്കെ ഓർത്തു നമുക്കൊരു സമ്മാനമായിട്ട് നമ്മുടെ ഇടയിലേക്ക് അത് കടന്നു വന്നിരിക്കുകയാണ്. ആ നല്ല മനസ്സിനെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞ് ക്രിസ്മസ് ആയിട്ട് ഞങ്ങളുടെ കൂടി ഒരുപാട് ആഘോഷമുണ്ട്. എയർപോർട്ടിന്റെ അടുത്താണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും താമസിക്കുന്നത്. ഇന്ന് പലരും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇന്ന് നിങ്ങളോട് കൂടി ഇരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. പലതവണ ഞാൻ ഈ കാര്യം സംസാരിച്ചു. അത് ദൈവത്താൽ സംഭവിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ദൈവം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി ശ്രീമതി ദീപിക. പ്രിയപ്പെട്ട ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ ഒരു കാര്യപരിപാടിയുടെ പേര് തന്നെ ബ്ലസ് അഗസ്ത്യവനം എന്നാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ ഒരു നല്ല ദിവസം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യവും. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത് നിലവിൽ സ്നേഹം മാത്രമാണ്. ഒരു പൈസയും കൊടുക്കാതെ കൊടുക്കാനും തിരിച്ചു കിട്ടാനും നമുക്ക് ആകപ്പാടെ ഉള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ നല്ല മുഖങ്ങളാണ് നമ്മോടൊപ്പം ഈ വേദിയിലും സദസ്സിലും ഉള്ളത്. ഈ ഒരു പരിപാടി മുന്നേ കൂട്ടി തീരുമാനിച്ചു. പക്ഷെ ഇന്നിപ്പോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നടക്കുന്നു. വാർഡിന്റെ മുൻ മെമ്പർ ശ്രീദേവി സുരേഷ്, പേഴിമൂട് ഡിവിഷൻ മെമ്പർ രമേശ് ഉൾപ്പെടെയുള്ള ആൾക്കാര് മുൻ മെമ്പറാണ്, എല്ലാവർക്കും അറിയാം. അപ്പോ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ട്. ഞാൻ 2-3 ദിവസം ആയതേ ഉള്ളൂ സാറിനെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ട്. അതോടൊപ്പം തന്നെ വിക്രമണ്ണൻ, ഈ ഒരു ക്രൈസ്റ്റ് മിഷൻ സെന്ററിന്റെ കൂടെ വന്നിട്ടുള്ള മറ്റു നല്ലവരായ വിശിഷ്ട വ്യക്തികളെ. ഈ ഒരു ദിവസം നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ വനമേഖലയില് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഒരു മതം ഒരു പ്രശ്നമുള്ള ഒരു സാഹചര്യമാണ്. അപ്പോ വിശ്വാസങ്ങൾ പലതാണ്. പക്ഷെ എല്ലാവരും വിളിക്കുന്ന ദൈവം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് കൃഷ്ണനെന്നും അള്ളാഹെന്നും യേശു എന്ന് വിളിച്ചാലും എല്ലാം ഒരു ദൈവത്തിൽ അർപ്പിതമാണ്. അതോടൊപ്പം തന്നെ വിശ്വാസങ്ങൾ. ഇവിടെ എല്ലാവരും പാട്ട് പാടിയപ്പോഴത്തേക്കും ഞാൻ ബാക്കിൽ നിന്ന് പാടുകയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആർപ്പാട് ഞായറാഴ്ച സ്കൂൾ വിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീടിന് ചുറ്റും ക്രിസ്ത്യനും മുസ്ലിംസും ഉള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാ പാട്ടും എനിക്കറിയാം. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പാടിയപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പഠിപ്പിച്ചിട്ട് വസന്ത് ചോദിക്കാണ്, നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചത്? കാരണം കുഞ്ഞുനാള് ജനിച്ച നാള് മുതൽ കേട്ട് വളർന്നത് ക്രിസ്ത്യൻ പാട്ടുകളാണ്. അപ്പോ എല്ലാ മതത്തിനെയും ഒരുപോലെ കാണാൻ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സൺഡേ സ്കൂളിൽ ഉൾപ്പെടെ പോയി, കുഞ്ഞുനാളിൽ പോയി. ഒരു മതത്തിന്റെ വക്താവല്ല, പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യരിലും അർപ്പിതമായ കാര്യമാണ്. അതുകൊണ്ട് ആരെയും ഒന്നിനും നിർബന്ധിക്കേണ്ട കാര്യമല്ല. അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കും. ആ ഒരു സന്ദേശവും അതോടൊപ്പം ഞാൻ എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് സ്നേഹത്തോടു കൂടി ഒരാൾ ഒരു പേന തന്നാൽ കൂടി അത് നമുക്ക് തന്ന ഒരു സ്നേഹമാണ്.
നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ആ സ്നേഹത്തിന്റെ 100 ഇരട്ടിയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ആ സ്നേഹമാണ്, ആ നന്ദിയാണ്, ആ കടപ്പാടാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ നല്ലവരായ മനസ്സിനും 1000 ക്രിസ്മസ് ആശംസകളും അതോടൊപ്പം വരാനിരിക്കുന്ന 2026 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും കുടുംബത്തിലെ മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ, ആർക്കും മോശ ദിവസങ്ങളാവാതെ എന്നും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരും പോകരുത്. ആരുമൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് പോയി ഭക്ഷണം കഴിച്ച് ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ. ഒരു 10 മിനിറ്റ് സാധനം തന്നിട്ട് അത് വാങ്ങിയ ഭക്ഷണം ഇവിടെയാണ് വിളമ്പി തരും. അതുകൊണ്ട് ആരും പോകരുത്. 10 മിനിറ്റിനകം ഈ യോഗ ഇവിടെ തീരും. പുറത്ത് നിൽക്കുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തോട്ട് വരാം. 10 മിനിറ്റിനകം ഈ യോഗം തീരും. ഇപ്പോൾ രഞ്ജു ദേവി മാഡം മുന്നോട്ട് വന്നു. രഞ്ജു ദേവി മാഡം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇടയിലുള്ള എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമുക്ക് അതിഥികളായി എത്തിയിട്ടുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മുടെ ക്രിസ്മസിന് ആദ്യമായിട്ടാണ് ക്രിസ്മസ് ദിവസം നമ്മുടെ ഈ ഹാളിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ കാണാനും നമ്മുടെ കുട്ടികളെ കാണാനും ഒക്കെ വന്ന എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള പരിപാടികൾ വെച്ച് നടത്താൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷവും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിക്കുന്നത് യോഗം തീരാൻ പോവുകയാണ്. ക്ഷമയോടെ ഇരിക്കണം. വളരെ ചിട്ടയോടെ നിങ്ങളൊക്കെ ഇരുന്നിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യം പറയാണ്, ഞാൻ പല യോഗങ്ങളിൽ പോയിട്ടുണ്ട്. ഈ കുട്ടികളൊന്നും ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഓടിച്ചാടി നടന്ന് ഭയങ്കര ബലമായിരുന്നു. ഇടുക്കന്മാര് ഇടുക്കിയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ ആരംഭിക്കുന്നതിന് പാസ്റ്റർ വിക്രമന് അണ്ണൻ എന്നാണ് എല്ലാവരും, ഞാനും അണ്ണൻ എന്ന് വിളിക്കാറുണ്ട്. ഈ അനുഗ്രഹീതമായിട്ടുള്ള സന്ദേശം ഇടയായി നമ്മള് തന്നിട്ടുള്ള എല്ലാവർക്കും നിങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. ഈ വേദിയിൽ സംസാരിച്ച ഇതിനൊക്കെ കാരണം, ഇങ്ങനെ സഹോദരങ്ങൾ കൂടി വരാനുള്ള കാരണം നമ്മുടെ രമേശ് മെമ്പറാണ്. രണ്ടാമത് നമ്മുടെ ശ്രീദേവി മെമ്പറാണ്. ഇവരാണ് ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു കാര്യം ഇവിടെ മണ്ണാംകുളത്ത് നടക്കുവാൻ അദ്ദേഹം സഹായിച്ചത്. അതിനുപരി ഏറ്റവും നന്ദി പറയാൻ നമ്മുടെ ഇപ്പോൾ ജോർജ് ദേവദാസനാണ്. അദ്ദേഹം നേരത്തെ നമ്മുടെ രമേശ് മെമ്പർ അതിന്റെ കാര്യങ്ങളോട് സൂചിപ്പിച്ചു. ഇതിന്റെ പിന്നിൽ ഞങ്ങൾ ഒത്തിരി വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ രമേശ് മെമ്പറാണ്. അദ്ദേഹമാണ് അദ്ദേഹമാണ് ഇതിനൊക്കെ നല്ല ഒരു കാര്യങ്ങൾ ചെയ്യാനും. അതുപോലെ ശ്രീദേവി മെമ്പർ, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മെമ്പർ സുരേഷ് മിത്ര, അദ്ദേഹം സുഖമില്ലാതെ പിന്നെ വെള്ളനാട് അവരുടെ ഭാഗത്ത് കിടക്കുന്നതാണ് അറിയത്. പിന്നെ നമുക്കറിയാം സതീഷ് മെമ്പർ. അതിനുപരി ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് നമ്മുടെ മുൻ പ്രസിഡന്റ് മണികണ്ഠൻ പിന്നെ സഹാവാണ്. അദ്ദേഹം മെമ്പറാണ്. അദ്ദേഹവും നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഇന്ന് വളരെ സന്തോഷമുണ്ട്. ഞാൻ പിന്നെ ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ വനത്തിലുള്ള സഹോദരങ്ങൾ, ഞാനിപ്പോ 2025 ലാസ്റ്റ് മൂവ്മെന്റിൽ പുതുതലമുറ ഇങ്ങനെ ക്രിസ്മസ് എന്ന് പറഞ്ഞ് അവരെ പുറത്തൂട് കെട്ടുകയും, വലിയ ചെറിയ നക്ഷത്രമല്ല, ഇങ്ങനെ മുതലേ പോകുമ്പോൾ കാണാൻ കഴിയും. വലിയ നക്ഷത്രമാണ് അവരിങ്ങനെ കെട്ടി ഒക്കെ അവരെ ആഘോഷിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീടിൻ്റെ മാമ്പോട് തന്നെ കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ്
നമ്മുടെ കുറെ യവനക്കാര് അവിടെ വന്ന് ഇങ്ങനെ ക്രിസ്മസ് ആശ്വസിക്കുക, അവരെ ഇങ്ങനെ സന്തോഷിക്കുകയും അവരിങ്ങനെ പാടുകയും ചെയ്ത് കളിക്കുകയും വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ രമേശ് മെമ്പറെ കാണാൻ വേണ്ടി ഞാൻ ഇന്നലെ ദ്വാരാമ്പാറത്തിരുന്നു. അവിടെ ചെന്നപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. അവിടെ ഒരു ക്രിസ്മസ് പിന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വലിയ നക്ഷത്രങ്ങളും ലൈറ്റുകൾ സീരിയൽ കോൺഫറൻസ് ഇങ്ങനെ അതുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ വന്ന് സന്തോഷിക്കുകയാണ് കാണാൻ തയ്യാറായിരുന്നു. കാരണം നമുക്കൊരു യേശു ജനിച്ചിട്ട് പിന്നെ ഒരു ഗ്രാമത്തിലാണ് യേശു ജനിച്ചത്. പിന്നെ പാവപ്പെട്ടവരുടെ അടുത്താണ് മറിയത്തിന്റെ വയസ്സിൽ ഗുരുവായി ഒരു കാൽത്തോട്ടത്തിലാണ് യേശു ജനിച്ചത്. ആ യേശു എന്തിനു വേണ്ടി വന്നെന്ന് വിളിച്ചാൽ ദേവദാസ് നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തി, പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഒരു മനുഷ്യ രൂപത്തിൽ ഒരു മറിയ എന്ന് പറയുന്ന അവിടെ ഉദരത്തിൽ ഒഴിവാക്കുകയും ആ ഒരു മനുഷ്യ രൂപത്തിൽ പറഞ്ഞ യേശു എന്ന് പേരിടുകയും ഇമ്മാനുവേൽ എന്ന് വിളിച്ചാൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥത്തിൽ യേശു ജനിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇന്നും ഈ മണ്ണാങ്കോണം ദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുക. നമ്മളിപ്പോൾ ജ്യോതി ദേവദാസിലൂടെ ഇവിടെ വന്നു ഇങ്ങനെ ഇതൊരു നല്ലൊരു കാര്യം ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. ഏറ്റവും ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. ദൈവം അവരുടെ സംഘാടകരെയും കഥ അനുഗ്രഹിക്കട്ടെ. അതിനുപരിയായിട്ട് നന്ദി ദേവദാസനെയും ഒറ്റവാക്കിൽ എല്ലാവർക്കും കടന്നു വന്നിട്ടുള്ള പ്രിയ നമ്മുടെ ശ്രീദേവി മെമ്പർ, അതുപോലെ സുരേഷ് മെമ്പർ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി വർദ്ധിച്ചു വാക്കിൽ നിൽക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത് കടന്നു വരാൻ മാഡം, അതുപോലെ തന്നെ സുരേഷ് മിത്ര സാർ, മണികണ്ഠൻ സാർ, സുനിൽ കുമാർ സാർ, സതീഷ് കുമാർ സാർ, എല്ലാവരും ഞാനിവിടെ സംസാരിച്ചതാണ്. പ്രത്യേക സാഹചര്യത്തിൽ അവർ കടന്നു വന്നില്ല. എന്നാൽ അവരൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു. നടത്തണം സാറേ, നടത്തണം, ഞങ്ങളൊക്കെ വളരെ നന്ദിയുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായ അസുഖം വന്നില്ല. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അവസാന സമാപന പ്രാർത്ഥന നടത്താൻ സോമനെ ക്ഷണിച്ചു. ആശീർവാദം പറയുന്നതിന് ക്ഷണിച്ചു. എല്ലാവർക്കും ഒരു പുതിയ നിയമത്തിന്റെ കോപ്പി തരും. ഈ പുതിയ നിയമത്തിന്റെ കോപ്പിയുടെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാമത്തെ 3-ാമത്തെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നവർ പ്രമാണിക്കുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മളെല്ലാം ഭാഗ്യം അന്വേഷിച്ച് ഓടുന്നവരാണ്. നമ്മുടെ ഭാവി അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതവും നല്ല ശോഭിതവുമാക്കി തീർക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ വാക്കുകളൊന്ന്. 2, ഈ ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് കർത്താവ് യേശു ക്രിസ്തു. പറഞ്ഞാല് സ്തോത്രം സ്തോത്രം. 2, ഇനി ഒരു സമ്മാനം യേശു വരുമ്പോൾ തരും. എന്താണെന്ന് അറിയൂ, നമ്മുടെ ഈ ശരീരം രോഗമുള്ളതാണ്, ബലഹീനമാണ്, ഒത്തിരി ഏറെ ഭാരങ്ങൾ പ്രയാസങ്ങൾ ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ എന്താ കർത്താവിന്റെ വരവില് നമുക്കൊരു പുതിയ ശരീരം തരും. രോഗമില്ലാത്ത
നല്ല പ്രകാശമുള്ള തേജസ്സുള്ള ശരീരം യേശു നമുക്ക് തരും കർത്താവിന്റെ വരവിൽ. സ്വന്തം പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഇവിടെ കണ്ണുകളെ മൂടാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ആശീർവാദം പറയാം. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് വലത് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് ദൈവത്തോട് അനുഗ്രഹമാക്കിയനായി സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവേ, ഈ മീറ്റിംഗ് ഇത്ര അനുഗ്രഹമാക്കിയനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ അങ്ങനെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാട്ടെ. യേശുവേ, ഈ യോഗങ്ങൾ ഞങ്ങൾ മടങ്ങി പോകുമ്പോ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ പറഞ്ഞാട്ടെ. സ്തോത്രം. സ്വർഗ്ഗത്തിലെ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഈ പ്രവർത്തനത്തോടും ഇന്ന് ഈ മീറ്റിംഗ് വന്ന് പങ്കെടുത്ത എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും ഞങ്ങളുടെ കൊച്ചുമക്കളോടും അവരുടെ ഭാവിയോടും കൂടെ മടങ്ങി വരെ ഇരിക്കുമാറാകട്ടെ. മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. സിസ്റ്റർ മേരി